ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 8ാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലി പാദവാർഷിക മൂല്യനിർണ്ണയം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിനു മുമ്പേ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ 8ാം ക്ലാസ് പഠിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്ത വഴി ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡലും അതേപോലെ തന്നെ എത്ര മാർക്ക് വീതമാണ് ഓരോ സെക്ഷനിലും ചോദ്യം വരിക എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പം 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ് ഈ സമയം നിങ്ങൾ ചോദ്യങ്ങൾ വായിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം അറിയാം. അപ്പോൾ 1 ഓപ്ഷനാണ്. അറിയാവുന്ന 4 ചോദ്യത്തിന് ഉത്തരം എഴുതുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. കോർത്തു കൈകൾ പിടിച്ചതും പിന്നെ പേടി തീരും വണ്ണം മാർത്താണ്ഡൻ ഊതിച്ചതും മറന്നില്ലല്ലി. ഈ വരികളിലെ മാർത്താണ്ഡൻ എന്ന പദത്തിന് സമാനമായ അർത്ഥമുള്ള പദം ഏതാണ്? മനുഷ്യൻ, സൂര്യൻ, ഗുരു, ചന്ദ്രൻ, അങ്ങനെ 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിലെ ശരിയായ ഉത്തരം എന്താണ്? സൂര്യനാണ്. മാർത്താണ്ഡൻ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? സൂര്യനാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. ജീവിത സായാഹ്നത്തിൽ ഒറ്റപ്പെടുന്നവരെ കുറിച്ച് പഠിക്കാൻ കുട്ടികൾ ഒരുങ്ങിയിറങ്ങി. ജീവിത സായാഹ്നം എന്ന പദത്തിൻ്റെ ശരിയായ വിഗ്രഹാർത്ഥം എന്ത്? അപ്പോൾ 4 ഓപ്ഷൻസ് ഉണ്ട്. ജീവിതമാകുന്ന സായാഹ്നം, ജീവിതവും സായാഹ്നവും, ജീവിതത്തിൻ്റെ സായാഹ്നം, ജീവിതം പോലുള്ള സായാഹ്നം. ശരിയായ ഉത്തരം ജീവിതത്തിൻ്റെ സായാഹ്നമാണ്. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം. മുണ്ടകം കൊയ്ത്ത് നെല്ലും വൈക്കോലും സംഭരിച്ചു കഴിഞ്ഞാൽ കർഷക ഹസ്തം സ്വതന്ത്രയായി. കർഷക ഹസ്തം സ്വതന്ത്രമാവുക എന്ന പ്രയോഗം കൊണ്ട് സൂചിപ്പിക്കുന്നത് എന്ത്? 4 ഓപ്ഷൻസ് ഉണ്ട്. കർഷകർക്ക് കൃഷിപ്പണിയിൽ താല്പര്യമില്ലാതായി. കർഷകർ വിശ്രമത്തിനും വിനോദത്തിനും സമയം കണ്ടെത്തുന്നു. കർഷകർ തുടർച്ചയായി ജോലി ചെയ്യുന്നു. കർഷകർ അടിമപ്പണി നിർത്തുന്നു. അപ്പോൾ മുണ്ടകൻ കൊയ്തു നെല്ലും വൈക്കോലും സംഭരിച്ചു കഴിഞ്ഞാൽ കർഷക ഹസ്തം സ്വതന്ത്രമായി, അതായത് കർഷകൻ്റെ കൈ സ്വതന്ത്രമായി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? കർഷകൻ വിശ്രമത്തിലും വിനോദത്തിനും സമയം കണ്ടെത്തുന്നു എന്നാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഭൂമിയെ ഫലഭൂയിഷ്ടമാക്കുന്ന ഘനീഭവിച്ച അനുഗ്രഹമാണത്. മേഘത്തെക്കുറിച്ച് ലേഖകൻ ഇങ്ങനെ പറയാൻ കാരണം എന്ത്? 4 ഓപ്ഷൻസ് ഉണ്ട്. മേഘം പെട്ടെന്ന് കാണപ്പെടുകയും ഇല്ലാതാവുകയും ചെയ്യുന്നു. മേഘം ഭൂമിയുടെ വന്ധ്യത ഇല്ലാതാക്കുന്നു. മേഘം ഊർജം നൽകുന്നു. മേഘം കഷ്ടതയുടെ അടയാളമാണ്. അപ്പോൾ ഇതിലെ ശരിയായ ഉത്തരം എന്താണ്? മേഘം ഭൂമിയുടെ വന്ധ്യത ഇല്ലാതാക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. മാതൃക പോലെ മാറ്റി എഴുതുക. തേവി 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 പ്ലസ് തേവി. ആടി തൂങ്ങിയുള്ളത് നമ്മൾ എങ്ങനെ എഴുതാം? ആടി പ്ലസ് തൂങ്ങി. ഇവിടെ നമുക്ക് ഒറ്റയായിട്ട് എഴുതിയാൽ മതി. ഇത് കൂട്ടിച്ചേരുമ്പോഴാണ് ദ്വിത്വസന്ധിയാണ്. ഇരട്ടിക്കും. ഇവിടെ ആടി പ്ലസ് തൂങ്ങി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 10 വരെയുള്ള ചോദ്യങ്ങൾക്ക് 4 എണ്ണത്തിനാണ് ഉത്തരം എഴുതേണ്ടത്. 2 മാർക്ക് വീതമാണുള്ളത്. പേടി സ്വപ്നം പോലെ തൂങ്ങി നിൽക്കുന്ന കാലവർഷം, കരീട ചേർന്ന കണ്ടത്തിൽ വിരിപ്പ് വിള കാറ്റാടി നിൽക്കുകയാണ്. പൂക്കളും ആണ്ടറുതികളും. ഈ വാക്യങ്ങളിലൂടെ കർക്കിടക മാസത്തിൻ്റെ എന്തെല്ലാം സവിശേഷതകൾ ലേഖകൻ സൂചിപ്പിക്കുന്നുണ്ട്? ഇതേ ചോദ്യം തന്നെ വേറൊരു രൂപത്തിലാണ് നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ വന്നത്. കർക്കിടക മാസത്തിൻ്റെ സവിശേഷതകൾ. അങ്ങനെ ഈ ചോദ്യം റിപ്പീറ്റഡ് വരാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കുന്നത് വളരെ ഉപകാരപ്പെടും. അപ്പോൾ കർക്കിടക പഞ്ഞമാസമാണ്. കർഷകൻ കയ്യിലുള്ളതെല്ലാം കൃഷിക്കായി ചെലവാക്കിയിരിക്കുകയാണ്. നിർത്താതെ പെയ്യുന്ന മഴയും ദാരിദ്ര്യവും കർഷക മനസ്സിൽ ഭയത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും കരിനിഴൽ വീഴ്ത്തുന്ന കാലമാണ് കർക്കിടക മാസം. അപ്പോൾ കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ എന്താണ്? കർഷകർ കൃഷിക്ക് വേണ്ടിയിട്ട് കയ്യിലുള്ള എല്ലാ സമ്പാദ്യങ്ങളും കൃഷിക്ക് വേണ്ടി ചിലവാക്കിയിരിക്കുകയാണ്. അപ്പോൾ നിർത്താതെ പെയ്യുന്ന മഴയ്ക്ക് അവർക്ക് കൃഷി ചെയ്യാനൊക്കില്ല. അപ്പോൾ ദാരിദ്ര്യമാണ് കർഷക മനസ്സിൽ നാളെ എന്താകും എന്നുള്ളൊരു ഭയത്തിൻ്റെയും ഭീതിയുടെയും ദുഃഖത്തിൻ്റെയും കരിനിഴൽ വീഴ്ത്തുന്ന കാലമാണ് കർക്കിടക മാസം. ഇനി അടുത്ത ചോദ്യം നോക്കാം. തേവി തേവി വറ്റിപ്പോഴ കിണറാണ് മുമ്പിൽ, എന്നാലും പൊടിയുന്നുണ്ട് തെളിനീർ. അമ്മമ്മയുടെ ജീവിതാവസ്ഥയെക്കുറിച്ച് ഈ വാക്യം നൽകുന്ന 2 സൂചനകൾ എഴുതുക. എന്താണ് പറഞ്ഞിരിക്കുന്നത്? തേവി തേവി വറ്റിപ്പോയ കിണറാണ് മുന്നിൽ. ഓക്കെ, എന്നാലും പൊടിയുന്നുണ്ട് തെളിനീർ. അപ്പോൾ വറ്റിപ്പോയ കിണറാണ് മുന്നിലുള്ളതെങ്കിലും
തെളിനീര് പൊടിയുന്നുണ്ട്. ഈ വാക്യം നൽകുന്ന 2 സൂചനകൾ ആണ് ചോദിച്ചത്. വളരെയേറെ കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു അമ്മമ്മയുടെ ജീവിതം. ഒട്ടേറെ ജീവിത പ്രാരാബ്ദങ്ങൾ വഹിച്ചു തളർന്നുവെങ്കിലും ഇപ്പോഴും തൻ്റെ പേരക്കുട്ടികൾക്ക് വേണ്ടി കഷ്ടപ്പെടുകയാണ് അവർ. പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള മനസ്സും കരുത്തും അമ്മമ്മയ്ക്കുണ്ട്. അപ്പോൾ കിണറിൽ വെള്ളം വറ്റിപ്പോയിട്ടുണ്ടെങ്കിലും തെളിനീരുണ്ടാകുന്ന പ്രതീക്ഷയാണ്, അതായത് മുന്നോട്ടുള്ള ശുഭാപ്തി വിശ്വാസമാണ് അമ്മമ്മയെ മുന്നോട്ട് നയിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അർത്ഥവ്യത്യാസം വരാതെ 2 വാക്യമാക്കി മാറ്റാനാണ്. ഒരു വീട്ടിലുള്ളവർക്കെല്ലാം കൂടി അത്താഴത്തിന് 3 ഇടങ്ങഴി അരിയുടെ ചോറ് മതിയെന്നിരുന്നാലും അവിടെ 15 ഇടങ്ങഴി അരിയാണ് വെക്കുന്നത്. ഇങ്ങനത്തെ ചോദ്യം വന്നാൽ ആരും മിസ്സാക്കരുത്. 2 മാർക്ക് നിങ്ങൾക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, ഒരു വീട്ടിലുള്ളവർക്കെല്ലാം കൂടി അത്താഴത്തിന് 3 ഇടങ്ങയുടെ അരിയുടെ ചോറ് മതി. അവിടെ നമ്മൾ എന്ത് ചെയ്യുക? ഫുൾ സ്റ്റോപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എന്നിരുന്നാലും ചോറ് മതിയെന്നിരുന്നാലും എന്നുള്ളത് നമ്മൾ പിരിക്കുക. എന്നിരുന്നാലും ചോറ് മതി എന്നിട്ടെടുത്ത് ഫുൾ സ്റ്റോപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എന്നിരുന്നാലും അവിടെ 15 ഇടങ്ങഴി അരിയാണ് വയ്ക്കുന്നത്. എളുപ്പത്തിൽ 2 മാർക്ക് നിങ്ങൾക്ക് ഇങ്ങനെ അർത്ഥവ്യത്യാസം വരാതെ 2 വാക്യമാക്കി മാറ്റി എഴുതാനൊക്കെ എളുപ്പത്തിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. ഇനി അടുത്തത് ശബളാഭമായ ഒരു പൂപ്പാലികയാണ് കേരളം, പൂക്കളും ആണ്ടറുതികളും എന്ന പാഠഭാഗത്തിലെ ചോദ്യമാണ്. പൂക്കളും ആണ്ടറതികളും എന്ന പാഠഭാഗത്തിലെ സൂചന. ലേഖകൻ ഇപ്രകാരം അഭിപ്രായപ്പെടാനുള്ള ഏതെങ്കിലും 2 കാരണങ്ങൾ എഴുതുക. ശബളാഭമായ ഒരു പൂപ്പാലികയാണ് കേരളം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ആചാരങ്ങളിലും ആഘോഷങ്ങളിലും എല്ലാം പൂക്കൾക്ക് സവിശേഷമായ സ്ഥാനമുണ്ട്. നാടിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ആത്മോത്കർഷത്തിനും വേണ്ടിയുള്ള പൊൻനാണയങ്ങളാണ് പൂക്കൾ എന്നാണ് വീട്ടി ഭട്ടതിരിപ്പാട് പറയുന്നത്. നമ്മുടെ മുറ്റത്തും തൊടിയിലും വഴിവക്കിലും കുന്നിൻ ചെരുവുകളിലുമെല്ലാം വിവിധ തരത്തിലുള്ള പൂക്കൾ സമൃദ്ധമായി വിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് കേരളം ഒരു പൂപ്പാലികയാണെന്ന് ലേഖകൻ പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഭൂമിയുടെ കാതിൽ മഹാസങ്കടങ്ങൾ അറിയിക്കുന്ന പാദങ്ങൾ വിണ്ടുപൊട്ടിയിട്ടുണ്ട്. അമ്മമ്മയുടെ ദയനീയഭാവം ചിത്രീകരിക്കാൻ ഈ പ്രയോഗത്തിന് എത്ര ഭാഗം കഴിയുന്നുണ്ട് പരിശോധിക്കുക. നിങ്ങൾ ഇവിടെ തന്നെ പരിശോധിച്ചറിയാം. അമ്മമ്മ എന്ന പാഠഭാഗവുമായി 2 ചോദ്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ അമ്മമ്മ എന്ന പാഠം നിങ്ങൾ നല്ലവണ്ണം വായിച്ചു നോക്കുക. അവിടുത്തെ ആശയങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. അതിലുള്ള പ്രയോഗങ്ങളുണ്ട്, ഓരോരോ പ്രയോഗങ്ങളുണ്ട്. തേവി തേവി വറ്റിപ്പോയ കിണർ അങ്ങനെ പറഞ്ഞിട്ടുള്ള ഓരോ പ്രയോഗങ്ങളുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്ന്, ആശയം എന്താണെന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പോൾ ഇവിടെ എന്താണ് ചോദ്യം? ഭൂമിയുടെ കാതിൽ മഹാസങ്കടങ്ങൾ അറിയിക്കുന്ന പാദങ്ങൾ വിണ്ടുപൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് വ്യക്തമാക്കുന്നത്? അമ്മയുടെ ദാരിദ്ര്യവും ദയനീയാവസ്ഥയുമാണ് വ്യക്തമാക്കുന്നതാണ് ഭൂമിയുടെ കാതിൽ മഹാസങ്കടങ്ങൾ അറിയിക്കുന്ന പാദങ്ങൾ പൊട്ടിയിട്ടുണ്ട് എന്ന പ്രയോഗം. പണിയെടുത്ത് കിട്ടുന്ന ഓരോ ചില്ലറ തൊട്ടും അവർ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട പേരക്കുട്ടികൾക്കായി ചെലവഴിക്കുന്നു. നിറം മങ്ങിയ ഒരേ ഒരു സാരി ഉടുത്ത് വിണ്ടുകീറിയ പാദങ്ങളുമായി നടക്കുന്ന അമ്മമ്മയ്ക്ക് തൻ്റെ ദുഃഖങ്ങൾ പങ്കുവയ്ക്കാൻ പോലും ആരുമില്ല. അത്രയേറെ ദുഃഖത്തിലും കഷ്ടപ്പാടിലുമാണ് അമ്മമ്മയുടെ ജീവിതം. അപ്പോൾ നമ്മൾ 2 മാർക്കിൻ്റെ ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് 4 മാർക്കിൻ്റെ ചോദ്യമാണ്. 4 എണ്ണമാണ്. 5 ചോദ്യം ഉണ്ടാവും. അതിൽ 4 നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ. സ്വാതന്ത്ര്യ സൗഹൃദ സംബന്ധം നമ്മിലുണ്ടായതും സഖേ സാരനായ ഭവാനെന്നും മറന്നില്ലല്ലി. രാമപുരത്ത് വരെ പുഴയൊഴുക്കിലെ കല്ലുപോലാകെ നീ പകലസ്തമിക്കാതെ വേർപിരിയാതെ നാം പുലരുവോളം മയങ്ങാതിരിക്കുക പ്രിയമെനിക്ക് ഈ മനോഹര സൗഹൃദം. വിജയലക്ഷ്മി. സൗഹൃദത്തെക്കുറിച്ചുള്ള കവിയുടെ കാഴ്ചപ്പാടുകൾ താരതമ്യം ചെയ്ത് ലഘുകുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ഇവിടെ സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ വെച്ച് ശ്രീകൃഷ്ണനും കുചേലനും തമ്മിലുണ്ടായ ഗാഢമായ സൗഹൃദമാണ് രാമപുരത്ത് വാര്യരുടെ വരികളിലുള്ളത്. കാലം എത്ര കഴിഞ്ഞിട്ടും 2 പേരുടെയും ജീവിതാവസ്ഥയിൽ വ്യത്യാസമുണ്ടായിട്ടും അവരുടെ സൗഹൃദത്തിന് യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല. അപ്പോൾ എന്താണ് ആ ഒരു പാഠഭാഗത്ത് പറയുന്നത്? സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ വെച്ച് ശ്രീകൃഷ്ണനും കുചേലും തമ്മിലുണ്ടായ ഗാഢമായ സൗഹൃദ ബന്ധമാണ് രാമപുരത്ത് വാര്യരുടെ വരികളിലുള്ളത്. കാലം എത്ര കഴിഞ്ഞിട്ട് 2 പേരുടെ ജീവിതാവസ്ഥ വ്യത്യാസമായി അല്ലേ? അവർ ഒന്നിച്ച് പഠിച്ചാണെങ്കിൽ ഇന്നിപ്പോൾ ശ്രീകൃഷ്ണൻ വേറൊരു അവസ്ഥയിലാണ്,
വേറൊരവസ്ഥ. അവർ ജീവിതത്തിൽ വ്യത്യാസമുണ്ട്, എന്നിരുന്നാലും അവരുടെ സൗഹൃദത്തിന് യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല. ഒരിക്കലും വേർപിരിയാത്ത ദൃഢവും മധുരതരവുമായ സൗഹൃദത്തെക്കുറിച്ചാണ് വിജയലക്ഷ്മിയും പറയുന്നത്. ആത്മാർത്ഥമായ സൗഹൃദത്തിൻ്റെ മഹത്വവും മനോഹാരിതയുമാണ് രണ്ട് കവികളും ഉദ്ഘോഷിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതുമാണ് സുഹൃത്ത് ബന്ധങ്ങൾ. കാരണം ആത്മാർത്ഥ സൗഹൃദങ്ങൾ ജീവിതത്തിലെ ഏത് വിഷമത്തിലും പ്രതിസന്ധിയിലും നമുക്ക് താങ്ങും തണലുമാകുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഐശ്വര്യത്തിന് വേണ്ടി അധ്വാനിച്ചും ആരോഗ്യത്തിന് വേണ്ടി ആഹ്ലാദിച്ചും ശീലിച്ചിട്ടുള്ള കർഷകർക്ക് ഓണം ഒരു ഉത്സവമാണ്. പൂക്കളും ആടർതികളും. മലയാളികളുടെ ഓണസങ്കല്പം എന്നും കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പാഠഭാഗം വിശകലനം ചെയ്ത് പ്രസ്താവനയുടെ സാധുത വിലയിരുത്തി പ്രതികരണ കുറിപ്പ് തയ്യാറാക്കാനാണ്. നടിയിലും വിളവെടുപ്പുമായി ബന്ധപ്പെട്ടതായിരുന്നു കേരളത്തിലെ ആഘോഷങ്ങളും ഉത്സവങ്ങളുമെല്ലാം. മലയാളികളുടെ ദേശീയോത്സവമായ ഓണവും കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തോരാത്ത മഴയും പട്ടിണിയുമായി മലയാളികൾക്ക് പേടി സ്വപ്നമാണ് കർക്കിടക മാസം. കയ്യിലുള്ളതെല്ലാം കൃഷിക്കായി കർഷകർ ചെലവിട്ടിരിക്കും. പുതുനെല്ലിൻ്റെ മണവും പൊന്നിൻ ചിങ്ങത്തിൻ്റെ പിറവിയും സ്വപ്നം കണ്ട് ഈശ്വര വിചാരത്തിലും ഇലക്കറി ഭക്ഷണത്തിലും മുഴുകി നാളുകൾ കഴിക്കവേ മറ്റും പൂവിട്ടു തുടങ്ങുന്നു. അതോടെ ഓണസ്വപ്നങ്ങളും വികസിക്കുന്നു. വയലുകളിൽ നെല്ല് കൊയ്യാൻ പാകമാകുന്നു. പൂക്കളുടെ സമൃദ്ധിയും ഇക്കാലത്തുണ്ട്. സമ്പൽ സമൃദ്ധിയുടെ ദേവനായി തൃക്കാക്കര തേവർ വീടുതോറും സന്ദർശനം നടത്തുമെന്ന വിശ്വാസവും ഓണക്കാലത്തുണ്ട്. ഈ ആഹ്ലാദത്തിന് അനുരൂപമായ പശ്ചാത്തലം ഇവിടെ പ്രകൃതിയും ഒരുക്കുന്നു. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഒരുകിടം തണ്ണീരും ഒക്കത്ത് വെച്ചൊരാ കരിമുകിൽ പെൺകൊടി എങ്ങുപോയി? പി ഭാസ്കരൻ. ചിലപ്പോൾ അത് ആകാശത്തിൽ കറുത്ത സിംഹം പോലെ നിൽക്കുന്നതായി തോന്നും. കെ പി അപ്പൻ. മുകളിൽ നൽകിയ രചനാ ഭാഗങ്ങളിലെ മേഘസങ്കല്പത്തിൻ്റെ ഭംഗി കണ്ടെത്തുക. ഇവിടെ രണ്ട് കവികളും മേഘത്തെക്കുറിച്ചാണ് പറയുന്നത്, പക്ഷേ അവരുടെ സങ്കല്പത്തിൽ വ്യത്യാസമുണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാം. പ്രകൃതി ദൃശ്യങ്ങൾ എഴുത്തുകാരിൽ വ്യത്യസ്ത ഭാവനകളാണ് ഉണ്ടാക്കുന്നത്. മഴ കൊണ്ടുവരുന്ന കാർമേഘത്തെ ഒരു കുടം വെള്ളവും ഒക്കത്ത് വെച്ച ഒരു പെൺകുട്ടിയായാണ് പി ഭാസ്കരൻ സങ്കല്പിച്ചിരിക്കുന്നത്. അപ്പോൾ പി ഭാസ്കരൻ എങ്ങനെയാണ് മേഘത്തെ സങ്കല്പിച്ചിരിക്കുന്നത്? മഴ കൊണ്ടുവരുന്ന കാർമേഘത്തെ ഒരു കുടം വെള്ളവും ഒക്കത്ത് വെച്ച ഒരു പെൺകുട്ടിയായാണ് പി ഭാസ്കരൻ സങ്കല്പിച്ചിരിക്കുന്നത്. കാർമേഘത്തിന് മാനുഷിക ഭാവം നൽകിയിരിക്കുകയാണ് കവി. വളരെ സുന്ദരമായ ഒരു ഭാവനയാണിത്. കാർമുകിൽ ചിലപ്പോൾ ആകാശത്തിൽ കറുത്ത സിംഹം പോലെ നിൽക്കുന്നതായി കെ പി അപ്പന് തോന്നുന്നു. ഓരോ നിമിഷവും രൂപമാറ്റം സംഭവിക്കുന്ന കാർമേഘത്തിന് തൻ്റെ ഭാവനയ്ക്കനുസരിച്ച് പല രൂപങ്ങൾ എഴുത്തുകാരൻ സങ്കല്പിക്കുകയാണ്. കാർമേഘത്തെ കറുത്ത സിംഹമായി സങ്കല്പിച്ചിരിക്കുന്ന കെ പി അപ്പൻ്റെ ഭാവനയും വളരെ മനോഹരമാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. പൊതിച്ചോറുണ്ണാത്തവനും ചെങ്കണ്ണ് വരാത്തവനും ജീവിത സുഖം അനുഭവിച്ചിട്ടില്ലെന്നാണ് ഒരു പറച്ചിൽ. വഴിയാത്ര. ആദ്യകാല വഴിയാത്രയിൽ പൊതിച്ചോറിനുള്ള പ്രാധാന്യം ഈ വാക്യത്തിലൂടെ വ്യക്തമാകുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം സമർത്ഥിക്കുക. പണ്ട് കാലത്ത് യാത്ര പോകുമ്പോഴാണ് പൊതിച്ചോറ് എടുക്കാറുള്ളത്. അടയ്ക്കാമരത്തിന് പാള ചീകിയൊരുക്കി അതിൽ കെട്ടിയെടുക്കുന്ന ചോറിന് പ്രത്യേക രുചിയാണ്. യാത്രക്കിടയിൽ മറ്റു മനുഷ്യരെയും സ്ഥലങ്ങളെയും അറിയുകയും രുചികരമായ പൊതിച്ചോറിലൂടെ കുടുംബത്തിൻ്റെ സ്നേഹം തിരിച്ചറിയുകയും ചെയ്യുമ്പോഴേ യഥാർത്ഥ ജീവിത സുഖമെന്തെന്ന് മനസ്സിലാവുകയുള്ളൂ. കാഴ്ചകൾ കാണുന്നുണ്ടെങ്കിലും നമ്മൾ ആരും കണ്ണിൻ്റെ കാര്യം ശ്രദ്ധിക്കാറില്ല. എന്നാൽ ചെങ്കണ്ണ് വരുമ്പോഴോ കണ്ണ് തുറക്കാൻ വയ്യാത്ത അവസ്ഥ വരുമ്പോൾ വെയിലത്ത് നോക്കാൻ വയ്യ എന്തെല്ലാം അസ്വസ്ഥതകളാണ്. കണ്ണിൻ്റെ വില അറിയുന്നതും കാഴ്ചയുടെ സുഖം അറിയുന്നതും ചെങ്കണ്ണ് വന്ന് സുഖപ്പെടുമ്പോഴാണ്. അതുകൊണ്ടാണ് ചെങ്കണ്ണ് വരാത്തവന് ജീവിത സുഖം അറിഞ്ഞിട്ടില്ലെന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. പ്രവാഹസന്നദ്ധമായി നിൽക്കുന്ന കാർമേഘം പ്രവാഹസന്നദ്ധമായി നിൽക്കുന്ന മനസ്സുപോലെയാണ്. ഇത്തരത്തിലുള്ള സവിശേഷമായ പ്രയോഗങ്ങളാണ് കാർമുകിലിന് ഗദ്യത്തിൽ ഒരു അർച്ചനാഗീതം എന്ന ലേഖനത്തെ ആകർഷകമാക്കുന്നത്. പ്രസ്താവന വിശകലനം ചെയ്ത് ഒരു ലഘുകുറിപ്പ് തയ്യാറാക്കുക. ഏത് നിമിഷവും പൊട്ടി വീഴാനുള്ള സാധ്യതയും ജലഗണങ്ങൾ തിങ്ങി നിറഞ്ഞതും കൊണ്ടുള്ള വീർപ്പുമുട്ടലും പ്രവാഹസന്നദ്ധമായി നിൽക്കുന്ന കാർമേഘം എന്ന പ്രയോഗത്തിലുണ്ട്. പെയ്യാൻ പോകുന്ന മഴയുടെ ശക്തിയും സൗന്ദര്യവും ഇത് ഉൾക്കൊള്ളുന്നു. മേഘങ്ങളിൽ നിന്ന് വെള്ളം പ്രവഹിക്കുന്നത് പോലെ കവിയുടെ ഉള്ളിൽ നിന്ന് ആശയങ്ങൾ പുറത്തേക്ക് പ്രവഹിക്കുമ്പോഴാണ് കവിതയുണ്ടാകുന്നത്. ഭാവനയുടെയും ആശയത്തിൻ്റെയും വലിയൊരു ലോകം തന്നെ കവിത ഉൾക്കൊള്ളുന്നുണ്ട്. പ്രവാഹസന്നദ്ധം എന്ന പദത്തിൻ്റെ ആവർത്തനം സന്ദർഭത്തിന് സവിശേഷ ഭംഗി നൽകുകയും വായനക്കാരുടെ സവിശേഷ ശ്രദ്ധയെ ആകർഷിക്കുകയും ചെയ്യുന്നു. വാക്യങ്ങൾക്ക് പദ്യത്തിൽ എന്ന പോലെ സവിശേഷമായ താളം ലഭിക്കുന്നു. ഗദ്യഭാഷ്യത്തിലുള്ള ഇത്തരത്തിലുള്ള കാവ്യാത്മകമായ പ്രയോഗങ്ങൾ ലേഖനത്തെ വളരെയധികം ആകർഷകമാക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് 4 മാർക്കിൻ്റെ 5 ചോദ്യോത്തരങ്ങളാണ്. അപ്പോൾ ഇതിൽ അറിയാവുന്ന 4 ചോദ്യങ്ങൾ നിങ്ങൾ
നിങ്ങൾ എഴുതണം. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് 6 മാർക്കിൻ്റെ 2 ചോദ്യമാണ് ഇനി നമുക്ക് വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു 2 ചോദ്യം കൂടി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ചോദ്യം ഒന്ന് നോക്കാം. ഈ മാതിരി വഴിയാത്രകളും വിശ്രമങ്ങളും പല ബന്ധങ്ങൾക്കും കാരണമായി തീർന്നിട്ടുണ്ട്. ആർക്കും ആരോടും യാതൊന്നും സംസാരിക്കാൻ സമയമില്ല. വണ്ടിയില്ല, വെള്ളമില്ല, കാൽനട എന്ന അവലംബം. വ്യത്യസ്ത കാലങ്ങളിലെ യാത്രാനുഭവങ്ങളെക്കുറിച്ചുള്ള ലേഖകൻ്റെ നിരീക്ഷണങ്ങളാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. പുതിയ കാലത്തെ യാത്രാനുഭവങ്ങൾ കൂടി പരിഗണിച്ച് യാത്രകളും മനുഷ്യബന്ധങ്ങളും എന്ന വിഷയത്തിൽ ഒരു ലഘു ഉപന്യാസം തയ്യാറാക്കുക. ഉപന്യാസം തയ്യാറാക്കുമ്പോൾ അതിൻ്റെ ഹെഡിങ് നിങ്ങൾ എഴുതണം. ഇവിടെ ഉപന്യാസം എന്താണ് പറഞ്ഞിരിക്കുന്നത്? പുതിയ കാലത്തെ യാത്രകളും മനുഷ്യബന്ധങ്ങളും. അപ്പം നിങ്ങളതൊരു ഹെഡിങ് പോലെ എഴുതുക. ഇനി പുതിയ കാലഘട്ടത്തിൽ മനുഷ്യബന്ധങ്ങളിൽ സംഭവിച്ച തകർച്ചയാണ് വഴിയാത്ര എന്ന ലേഖനത്തിലൂടെ നർമ്മമധുരമായി EV വിവരിക്കുന്നത്. ഇത് പുതിയ തലമുറയ്ക്ക് തീരെ പരിചയമില്ലാത്തവയാണ്. പാളയിൽ ചോറ് പൊതിഞ്ഞ് നിലാവുള്ള രാത്രി യാത്ര തിരിക്കുന്ന ഗൃഹനാഥൻ 15-16 നാഴിക ചെല്ലുമ്പോൾ ഏതെങ്കിലും ഒരു വീട്ടിൽ കയറി പൊതി അഴിച്ച് പോരാത്തതെല്ലാം അവിടെ നിന്ന് സ്വീകരിച്ച് അവിടെ ഉറങ്ങി അനശ്വരമായ സൗഹൃദം സ്ഥാപിച്ചു പോന്ന ഏറ്റവും പഴയ കാലം. അതിലൂടെ പിന്നീട് വിവാഹബന്ധങ്ങൾ വരെ നടന്നിരുന്നു. ഒന്നും സ്വയം കരുതാതെ അന്യരുടെ ഔദാര്യത്തിൽ മാത്രം യാത്ര ചെയ്തവരും ഉണ്ടായിരുന്നു. വഴിയാത്രക്കാർക്ക് ഭക്ഷണം കൊടുത്ത് കീർത്തി നേടുകയും തന്നിമിത്തം കടം വർദ്ധിച്ച് വരുന്ന ഗൃഹസ്ഥന്മാരെ പറ്റിയും EV പ്രതിപാദിക്കുന്നു. അന്നത്തെ വഴിയാത്രയിൽ ഒരാളുടെ ലോകപരിചയം വർദ്ധിച്ചിരുന്നു. കാരണം പരസ്പര സഹായമില്ലാതെ ആർക്കും ജീവിത വ്യവസ്ഥ മുന്നോട്ട് നയിക്കാൻ സാധ്യമല്ല. മെല്ലെ നീങ്ങുന്ന ഒരു ജീവിതക്രമമായിരുന്നു. ജനയാത്രയിലാകട്ടെ സഹയാത്രികർ തമ്മിൽ അല്പനേരത്തെ മൗനത്തിന് ശേഷം അഗാധമായ സൗഹൃദവും സഹവാസവും ഉണ്ടായിരുന്നു. വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളുള്ളവരുടെ അനുഭവങ്ങളും അനുഭൂതികളും പങ്കുവച്ചിരുന്നു. ഇപ്പോഴാകട്ടെ എല്ലാവർക്കും തിരക്കാണ്. അവരവരുടെ സൗകര്യം അനുസരിച്ച് ഓരോ കമ്പാർട്ട്മെൻറ്റ് കയറുന്നു. പരസ്പരം അറിയാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നില്ല. തീവണ്ടി വളരെ വേഗം ലക്ഷ്യസ്ഥാനത്തെത്തിക്കുന്നു. യാത്രയിലുടനീളം സ്വന്തം കാര്യം ഓർത്തുകൊണ്ട് നെഞ്ചിടിപ്പുകയേ ഉള്ളൂ. ആൾക്കൂട്ടത്തിൽ എല്ലാവരും ഒറ്റയ്ക്കാണ്. ഇന്ന് എല്ലാവരും സ്വകാര്യ വാഹനങ്ങളിലാണ് യാത്ര ചെയ്യുന്നത്. ആരും ആർക്കു വേണ്ടിയും കാത്തു നിൽക്കുന്നില്ല. ഇന്നത്തെ യാത്ര ലോക പരിചയത്തിന് സഹായിക്കുന്നില്ല. ഇനി നമുക്ക് അടുത്തൊരു 6 മാർക്കിൻ്റെ ചോദ്യം പരിചയപ്പെടാം. പൂക്കളും ആണ്ടറുതികളും എന്ന പാഠഭാഗത്തെ ആശയങ്ങൾ പ്രയോജനപ്പെടുത്തി മനുഷ്യൻ്റെ എല്ലാ ഐശ്വര്യവും പ്രകൃതിയുടെ സമ്മാനമാണ് എന്ന് സമർത്ഥിക്കുക. ഓക്കെ, VT ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥാപരമായ ലേഖനമാണ് പൂക്കളും ആണ്ടറുതികളും എന്ന പാഠഭാഗം. VT ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥാപരമായ ലേഖനമാണ് പൂക്കളും ആണ്ടറുതികളും എന്ന പാഠഭാഗം. പ്രകൃതി സമ്പത്ത് കൊണ്ട് അനുഗ്രഹീതമായ കേരളത്തിൻ്റെ സൗന്ദര്യാംശങ്ങൾ ആവിഷ്കരിക്കുകയാണ് ലേഖകൻ. ഇവിടെ പ്രകൃതി സമ്പത്ത് കൊണ്ട് അനുഗ്രഹീതമായ കേരളത്തിൻ്റെ മനോഹരമായ പ്രകൃതി സൗന്ദര്യത്താൽ അനുഗ്രഹീതമായ കേരളത്തെക്കുറിച്ച് പറയുകയാണ് ലേഖകൻ. കേരളത്തിൻ്റെ ദൈനംദിന ജീവിതത്തിലും ആചാരങ്ങളിലും ആഘോഷങ്ങളിലും ഒക്കെ പ്രകൃതിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. നമ്മുടെ എല്ലാ ഐശ്വര്യങ്ങളും പ്രകൃതിയുടെ സമ്മാനമാണ്. പ്രകൃതി വാരി വിതറുന്ന പൊൻനാണയങ്ങളാണ് പൂക്കൾ. പ്രകൃതി വാരി വിതറുന്ന പൊൻനാണയങ്ങളായിട്ടാണ് പൂക്കളെ കവി പറഞ്ഞിരിക്കുന്നത്. പൂക്കളും ആണ്ടറുതികളും നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്നു. പൂവിറക്കൽ, മാലകെട്ടൽ, പൂക്കളം വരയ്ക്കൽ, പൂജയൊരിക്കൽ ഇതൊക്കെ ദിനാരംഭത്തിലെ അനുഷ്ഠാന കർമ്മമായിരുന്നു. മുടി പൂക്കൾ തിരുക്കി ദേവദർശനം കൈനെത്തുന്ന കേരളീയ വനിതകൾ നമ്മുടെ നാടിൻ്റെ ഗ്രാമലക്ഷ്മിമാരായിരുന്നു. ആത്മാവിൻ്റെ പ്രതീകമായാണ് നമ്മുടെ കവികൾ പൂക്കളെ സങ്കല്പിച്ചിരുന്നത്. ലൗകികത്തിലും വൈദികത്തിലും ആത്മാവിലും ജീവിതത്തിലും സൗരഭ്യം പുലർത്തുന്ന ജീവിതവൃത്തിയാണ് കേരളീയരുടേത്. സമൃദ്ധിയുടെ പ്രതീകമായ ഉത്സവമാണ് ഓണം. ക്ഷാമകാലമായ കർക്കിടകത്തിൽ നിന്ന് പൊന്നിൻ ചിങ്ങമാസം എത്തുമ്പോൾ പ്രതീക്ഷയുടെ പൂക്കൾ വിടരുന്നു. പൂപ്പൊലി പാട്ടുപാടി പൂക്കുടകളുമായി കാടും മേടും നടന്ന് പൂവിറുത്ത് വീട്ടുമുറ്റത്ത് പൂവിടുന്ന ചടങ്ങ് കേരളീയരുടെ മാത്രം പ്രത്യേകതയാണ്. ഇതിന് യോജിച്ച പശ്ചാത്തലം പ്രകൃതിയും ഒരുക്കുന്നു. കേരളീയൻ്റെ കഷ്ടപ്പാട് നിറഞ്ഞ ജീവിതത്തിനിടയിലെ സന്തോഷത്തിന് വക നൽകുന്ന സന്ദർഭങ്ങളാണ് ആണ്ടറുതികൾ. ഈ ആണ്ടറുതികൾ സന്തോഷകരമാക്കാൻ പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ചാൽ മാത്രമേ സാധ്യമാകൂ. അപ്പോൾ നമ്മൾ 2 ചോദ്യപേപ്പറാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇതിനു മുമ്പ് കഴിഞ്ഞ വർഷമൊക്കെ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.